തുർക്കിയിൽ വെച്ച് റഷ്യയുടെയും ഉക്രൈന്റെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിയ സമാധാന ചർച്ചകളാണ് പരാജയപ്പെട്ടത്. വെടിനിർത്തൽ കരാറിലെത്താൻ ഈ ചർച്ചയിലും ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് തുർക്കിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞത്. ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമായും തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത്. 40 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയിൽ മുൻപത്തെ 2 ചർച്ചകൾ പോലെ തന്നെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും ഉക്രൈന്റെ പ്രതിനിധി റസം ഉമറോവ് പറഞ്ഞു. ഓഗസ്റ്റ് അവസാനത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിർദ്ദേശിച്ചു. എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു കരാറിൽ എത്തുക എന്നതാണ് പ്രധാനമെന്ന് റഷ്യയുടെ പ്രതിനിധി വ്ളാഡിമിർ മെഡിൻസ്കി പറഞ്ഞു. 50 ദിവസത്തിനുള്ളിൽ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയില്ല എങ്കിൽ റഷ്യയ്ക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് തുർക്കിയിൽ വെച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായത്. ഇരുവശത്തു നിന്നുമായി കുറഞ്ഞത് 1200 യുദ്ധ തടവുകാരെയെങ്കിലും കൈമാറാനുണ്ടെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും 500% തീരുവ ചുമത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം US സെനറ്റർ ഭീഷണി മുഴക്കിയത്.